എയർപോർട്ടിലാക്കി തന്നാണ് മീറ്റ് ജിതിൻ. ഓക്കെ ബ്രോ, അപ്പോൾ മൊത്തം എഡിറ്റിങ് പരിപാടിയാണ് ഗൈസ്. ഒരു 120 വീഡിയോസ് ഉണ്ട് എഡിറ്റ് ആക്കാനായിട്ട്. ബൈ ബൈ. ജിതി ബ്രോ വിട പറയുകയാണോ? നാളെ രാവിലെ ആണ് ഗൈസ്. മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്. അയ്യോ, McDonald's ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. രാവിലെ ഷിഫ്റ്റ് എടുത്ത് പോയി അടുത്ത ദിവസം പണി കഴിഞ്ഞതിന് ശേഷം ഗൈസ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞത് ഇപ്പോൾ എയർപോർട്ടിലോട്ട് തന്നെ. കാരണം 120 വീഡിയോ ഉണ്ട് ഇനിയും എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ജിതി ബ്രോ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു സാൽമൺ ലിഡിൽ നിന്നൊരു പച്ച സാൽമണൊക്കെ അടിച്ച് ഒമേഗ 3 അടിച്ച് കയറ്റിയിട്ടാണ് ഇന്നത്തെ എഡിറ്റിങ് പരിപാടി. അങ്ങനെ 3 മണി വരെ എഡിറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ മൂക്കിന്ന് ഒഴുകണ പോലെ തോന്നിയപ്പോൾ നേരെ തൊട്ട് നോക്കിയപ്പോൾ മൊത്തം ചോര. ഇവിടെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ കാടുമില്ല ഒരു കൂടുമില്ല. അപ്പൊ പിന്നെ എങ്ങടെ പോകണമെന്ന് അറിയുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ആണെങ്കിൽ മഹാശോകം. ബ്ലഡ് വന്ന് ഇടങ്ങേറായിട്ട് ഇത് എന്ത് പണ്ടാറോടുന്ന് കുറച്ചാളായി ഇത് ഇങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നു ഹൈപ്പിൾ ടെൻഷൻ അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഉറക്കം നിൽക്കാനായിട്ടാണോ അല്ലെങ്കിൽ എന്ത് പെട്ടാറോന്ന് അറിയില്ല. ബ്ലഡ് ഇൻഫെക്ഷൻ ആണെന്ന് അറിയാല, കുറച്ച് അലർജിയൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, നോക്കാം. നാട്ടിൽ പോയിട്ട് വേണം ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ. ടൈമുണ്ട്, സീനില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഉറക്കത്തിൻ്റെ ആണോന്ന് വിചാരിച്ച് നല്ലോണം കിടന്ന് ഉറങ്ങി. അന്ന് ഷിഫ്റ്റും എടുത്തില്ല. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഇപ്പോൾ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞ് യു ആർ ടെർമിനേറ്റഡ്, നിർത്തിക്കോ, ഏൽപ്പിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ ചാർജ് ചെയ്യാനും കിടക്കാനും കുറച്ച് ഇതുള്ള വകുപ്പങ്ങാട് പോയി കിട്ടി. അങ്ങനെ ഒന്ന് പണിയും പോയി. വായം പൊളിച്ചിരിക്കാനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോലും വകുപ്പില്ലാണ്ടായി കൊണ്ടാടങ്ങാൻ. എൻ്റെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടോ? മുതലാളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായിട്ടൊക്കെ പണിയെടുത്തില്ലെങ്കിൽ പണി പോവും. മൈൻഡ് കിട്ടണമെന്ന് വേറെ മൈൻഡിലെ ഒരു കാര്യം ഇവിടെ സ്റ്റക്ക് അങ്ങനെ ഒരു ഇപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ പോകണം. അല്ലാണ്ട് ഇനിയിപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വൈകുന്നേരം ഇറങ്ങിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാണ്ട് ബാഗും പെട്ടിയും പാക്ക് ചെയ്ത് റോഡിലിരിക്കാനാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്യണം. ഇനി നോക്കട്ടെ. തൈര് ഹലോ. അങ്ങനെല്ലാം മൂഞ്ചും പണ്ടിറങ്ങി ഇപ്പോൾ മരത്തുമ്പോൾ കയറി ഇരിക്കാനാണ്. ഊഞ്ഞാലൊക്കെ കെട്ടിയിരിപ്പുണ്ട്. തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ഒരു കാട്ടിൽ ഇങ്ങനെ വന്നിരിക്കുക. വീട് ബാബു എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് വീണം അടുത്ത പരിപാടി പിടിക്കാൻ. ശാന്തമായിട്ടിരിക്കാൻ എപ്പോഴും കാടാണ് ബെസ്റ്റ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ത് ചെയ്യണമെന്ന്. ഗോ വിത്ത് ദ ഫ്ലോ. ബാക്കി എന്നോട് വെച്ച് കാണാം. കാടും മേടൊക്കെ വിട്ടുപോയി സംഭവമൊക്കെ പാക്ക് ചെയ്ത് നേരെ എയർപോർട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് നാളെ തുടങ്ങി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കോൺഫിഡൻസ് ഉണ്ട് നല്ലോണം. ബാക്കിയൊന്നുമില്ലെങ്കിൽ പാണ്ടക്കെട്ടും കൂടി ആയിട്ട് നമ്മളിത് യാത്രയാവുകയാണ് ഗൈസ്. പോകുന്നതിന് മുന്നേ ഒന്ന് എക്സസൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ പറ്റൊരു ബ്രാഞ്ചസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇതാണ് ഗൈസ് ഞാൻ നിന്ന കാട്. അയ്യോ, അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ 2 ദിവസമായിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു പ്രത്യേക രീതിയിൽ ശരീരം ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കണേണ് ഒരുപാട് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇന്ന് രാവിലെ ഒരു ഇച്ചിരിക്കോളം ബ്ലൂബെറീസ് ഉണ്ടോ, ഇതുണ്ടോ, ഈ സാധനം ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഒടുക്കത്തെ പോലെ മാർക്കറ്റിൽ. വൈൽഡ് ബ്ലൂ അല്ല, ബ്ലാക്ക്ബെറി ആണ്. ഇത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള സാധനം. ഇതുണ്ടോ, ഒരു ലോഡ് ഇരിക്കുന്നുണ്ടോ. 1 2 3 4 5 6 6 അയ്യോ, ഒരു ലോഡ് സാധനം ഉണ്ടോ. ഞാനിത് കുറേ കഴിച്ച് മടുത്ത്. ഞാൻ പറയാ, നമ്മൾ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ട ഭക്ഷണം
കൊട്ടന്നല് ഇപ്പോൾ കുത്തിയാണ്. കടന്നല് ഇരുന്ന് നൈസിന് കഴിക്കണം. അത് കൊത്തിയിട്ടിരുന്ന നല്ല സുഖമുണ്ടായിരുന്നു. ഓക്കെ, ഇതുങ്ങളൊന്നും നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്തില്ല. നമ്മളൊരു പ്രത്യേക വൈബിലാണ്, പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് അങ്ങനെ വരുവാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മുളക് കുത്തി കയറൂട്ടാ. തൈര്. ഓക്കെ ഗൈസ്, ഞാൻ കാട്ടിലിങ്ങനെ ഒറ്റക്കുള്ളൊരു യാത്രയാണ് ഗൈസ്. കാടൊന്നുമല്ല, കാട് പോലെ ഒരു മൂഡ്. ഓക്കെ, ഇത് ഇവിടെ അങ്ങോട്ട് കയറി പോകണം മുകളിലോട്ട്. ഇതാണ് നമ്മുടെ ഗുഹ. കയറി പോട്ടെ. ക്യാമറ ഈ പിടിച്ച എന്തായാലും ക്യാമറ കയറി. നമ്മുടെ യാത്രകളിൽ നമ്മൾ മാൾട്ട വിടുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ പേരാണ് വീട് ബാബു. അപ്പോൾ അവിടെ അറ്റത്ത് പോകുമ്പോൾ ഒരു നൈസ് സ്പോട്ടുണ്ട്, ഒരു ബ്ലൂ റോട്ടൊക്കെ പോലെ. അപ്പോൾ അവിടെ എന്തായാലും പോയിട്ട് ഞങ്ങൾ കാണണം. അപ്പോൾ കയറി നമ്മൾ അവിടെ നിന്നുണ്ട് ഇറങ്ങി കയറിപ്പോട്ടെ മതാമാർ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. Right? Oh, sorry, good afternoon. Going to eat Babu, yeah? Cheers, guys, take care. Is it good? Oh, it's really pretty nice. Let me show you something. I think there ain't much people there, but by the time after maybe 2 or 3 hours, there are going to be a lot of people, and there's like a really beautiful beach over there. So I'll show you the trail, just in case you don't get lost there. Do you know the way there? What? Oh, she's gonna get something from there. Which language are you speaking? What is your name? From Switzerland. Switzerland. Yes. German, yeah? Yes. We get it here. Nice to My meet you. name is Lee. Look, I'm Ray. Nice to meet you. Nice to meet you too. Yeah. So I'm just vlogging around Malta right now, into the top 50 places in And where Someday. are you? I'm originally from the Himalayas. Have you ever been there? Nice. No, not yet. Yeah. So you have to follow this trail, and there is steps down there, and everything's just perfect. Like there's a trail all the way there. Yeah, lovely. Goodbye. So that was really lovely, girls. They're going to the Weed Babu as well. So നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോണേ ഗൈസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഇതാ എയർപോർട്ടിലേക്ക് തന്നെ. എഡിറ്റിങ് ചെയ്ത് പരിപാടി ഇന്നത്തോടെയെങ്കിലും തീർക്കണം. ഓ ഗൈസ്, സോ ഞാനിവിടെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു വലിയ ക്രൗഡ്. അപ്പോൾ ഒരു നൈസ് ഡാവിനെ പരിചയപ്പെട്ടു. ഐ ജസ്റ്റ് മെറ്റ് ദിസ് റിയലി നൈസ് ഗായ്, ആൻഡ് ഹീസ് ഫ്രം പോളണ്ട്, countryside in Poland. Meet Mr. Chris. Yeah, meet Mr. Christopher and his family also here, and we were actually talking about beautiful places in Europe to travel, and he was recommending me to go to Croatia to see most of the airport nature. And I just met 2 guys here. They were also playing Mobile Legends, and I'm right now gonna play with them. ദിവസത്തേക്കുള്ള വീഡിയോ തട്ടിക്കൂട്ടി സെറ്റാക്കി അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് കാത്തിക്കണം. നേരെ മാർസാക്സിലോക്ക് പിടിക്കുക, സൗത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ. അങ്ങനെ ഇന്നത്തെ ഭക്ഷണം ഇതാണ് ഗൈസ്. ഒരു പഴം, 3 ഓറഞ്ച്, ഇച്ചിരി വെള്ളം. അപ്പോൾ നമ്മൾ വഴി തെറ്റി മാർസസ്കാല എന്ന് പറയണം വേറെ സ്ഥലത്താണ് വന്നിറങ്ങിയത്. ബസ്സിൽ ഇന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടുള്ള മാതിരിയാക്കി. ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 മരം കണ്ടുപിടിച്ച് അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങണമെന്ന് വൈകുന്നേരം വരെ.
ഗൈസ് കുറേ ടെൻ്റ് ഇവിടെ അടിച്ചിരിപ്പുണ്ടല്ലോ ആൾക്കാർ. നോക്കി ഡക്കേതിലുള്ള ടെൻ്റ് അത് മനസ്സിലെ. എൻ്റെ പൊന്നോ നടന്ന് ഉപ്പാടലായി ഒപ്പട്ടൊന്നും നടക്കണ ഈ വഴിയുണ്ടോ പാടം പോലത്തെ സ്ഥലം. ഇതിപ്പോൾ എങ്ങടെ പോണേന്നറിയില്ല. ജസ്റ്റ് എക്സ്പ്ലോറിങ് മൂഡിൽ അങ്ങോട്ട് ചുമ്മാ നടന്ന് അങ്ങോട്ട് പോണേ. രണ്ട് സൈഡിലും നോ എൻട്രി അടിച്ചേക്കുന്ന കാരണം കുറേ മരമൊക്കെ ഉണ്ട്. എന്നാലും കയറി കിടക്കാൻ പറ്റണ വൈബല്ല. എൻ്റെ മോനെ കിട്ടിയ സ്പോട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതുവഴി ഇങ്ങനെ നടന്ന് വന്ന് ലാസ്റ്റ് എത്തിയ സ്ഥലം ഇതാട്ടോ. പണേ എൻ്റെ അമ്മ ഈ സാധനം എപ്പോഴേലും ഇടിഞ്ഞ് വീഴും. ആദ്യം അടുത്ത് ചിലപ്പോൾ അയ്യോ വീണത് ഇത്ര താഴ്ചക്ക് പോവാ. ഓക്കെ വൈബ്. ഓക്കെ ഒരു സൺറൈസിൻ്റെ ടൈമിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ടെല്ലാം പോകാൻ നോക്കാം. വൈബല്ലേ. അൺസ്റ്റേബിൾ ക്ലിഫ് എഡ്ജ്. അപ്പം അതാണ് നമ്മൾ ഇത് എപ്പോഴേലും പൊളിയെന്ന് പറയണം. ആ കുറേ പൊളിഞ്ഞ അവിടെ നിങ്ങൾ കണ്ട ഈ കുഞ്ഞു പൊട്ടി കിടക്കണം. മോളിൽ നിന്ന് ഇതുപോലെ പൊളിഞ്ഞു വിടാം. നമ്മളിവിടെ ഇങ്ങനെ എപ്പോഴേലും പൊളിഞ്ഞു വീട വീട്ടിൽ നിൽക്കുന്ന സ്ഥലം കേട്ടോ. പക്ഷെ എന്താ വൈബല്ലേ. അയ്യോ സോളോ ട്രിപ്പിൻ്റെ മൂഡിതാണ് ഗൈസ്. നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോണത്, ഒരു പിടുത്തലാണ് ഇങ്ങനെ പോണ സ്ഥലങ്ങളിൽ ഏതൊക്കെ മൂഡാണ് നമ്മൾ കാത്തിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്താണ് ഇന്നത്തെ മൂഡ്. ഇത് നമ്മൾ വഴി തെറ്റി വന്നാണ് ഗൈസ്. അതാണ് വഴി തെറ്റി വരുമ്പോൾ ഇടയ്ക്ക് നല്ല വൈബ് കിട്ടും. ഇവിടെ ഒരു കൊച്ചു പള്ളിയൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വഴി കുറച്ചുകൂടി ശാന്തമാണ് ഗൈസ്. കിളികൾ പറന്നു എല്ലായിടത്തും കുറേ കിളികളൊക്കെ ഉണ്ട് ഗൈസ്. എന്താ മൂടല്ലേ. കിളികൾ പറന്നു മാർസസ്കാലിന്ന് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം മാർസാസ്ലോക്കിലോട്ട് എത്തിയേക്കണു. ഇതെനിക്കറിയാവുന്ന വഴിയാ. ഇവിടെ സ്ഥിരമായിട്ട് കാർ ക്യാമ്പിങ്ങിൽ വന്ന് നിൽക്കണ ഒരു സ്പോട്ടായിരുന്നു. അതെന്തായാലും കലക്കി. എന്തായാലും ഒരു നൈസ് പാത്തും കണ്ടുപിടിക്കാൻ പറ്റി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഈ സൈഡ് വ്യൂ കൊള്ളാമല്ലേ. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഓൾ ഓഫ് മോൾട്ടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ബിർസൗജ എനിക്ക് തോന്നുന്നു അവിടെ കാണുന്നത് മോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് മാർസസ്കാല പെണ്ണ് സംഭവം സെറ്റ് ചെയ്ത് ഗൈസ്. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന സ്പോട്ടാണിത് കേട്ടോ. അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇനി അങ്ങോട്ട് കിടന്നുറങ്ങട്ടെ. ഇന്നലെ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയില്ല എയർപോർട്ടിൽ. എയർപോർട്ടിൽ തറയിൽ കിടന്നുറങ്ങാൻ പോലെ അല്ലല്ലോ ബെഞ്ചിൽ ഇരുന്നുറങ്ങണത്. സീനാണ്. കിടന്നുറങ്ങിട്ട് പവറായിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ ഒരു ലോങ് വേ നടന്ന് പോകണം. 2 ദിവസമായി ഗൈസ് ഭക്ഷണം കഴിച്ചിട്ട്. സത്യമായിട്ടും വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പോൾ കുപ്പി നമ്മൾ റോട്ടിലിരുന്നാൽ ശരിയല്ല. അതുകൊണ്ട് വേസ്റ്റ് ബിന്നിൽ പിറക്കിയിടാൻ വേണ്ടി കുപ്പി എടുത്തുകൊണ്ട് വന്നു ഗൈസ്. ഇനിയിപ്പോൾ അത് ഇങ്ങോട്ട് കുറേ നടന്ന് അവിടെ ഒരു പൂകാണ്ടയിലൊരു സ്ഥലത്ത് പോയിട്ട് ഇച്ചിരി വെള്ളം മേടിക്കണം. പറ്റിയ ഇച്ചിരി പാലും കുടിക്കണം. സെറ്റ്. പച്ചപ്പാലിനൊക്കെ മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ്. എക്സ്പ്രഷൻ ഇടാൻ പറ്റുള്ള ആൾക്കാർ ശരിക്കും ഹോൾ ഫുഡാണ്. ഈ സാധനത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഉണ്ട്. ഞാൻ ഒരു 6 മേടിച്ച് ഒരു കുപ്പി പാല് നേരത്തെ പോലെ കുടിച്ച് ഇത് പച്ചക്ക് അടിക്കാനുള്ള കൂടെ നൈസ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കോമഡി അങ്ങനെ എന്താണ് കാണിക്കുന്നത്.
ചിപ്സിനെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഉണ്ടാവണം കട്ട പിടിച്ചിരിക്കും. പബ്ലിക് ടോയ്ലറ്റ്സൊക്കെ അടച്ചിട്ടേക്കണം. അവിടെ അടുത്തൊരു പുള്ളിയുണ്ട് നമ്മുടെ ആർസെക്സിലൊക്കെ തന്നെ വേണ്ടപ്പെട്ട ഒരാൾ. ആളെ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല. അപ്പം എന്താ ചെയ്യുക, എയർപോർട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാം. ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും ബെസ്റ്റ് പരിപാടി മാറ്റാൻ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഓപ്പൺ ജിമ്മാണ് ഗൈസ്. ഇവിടെ മോളിലേക്ക് വർക്കൗട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം പോകാൻ. അതിനുവേണ്ടി ഇറങ്ങിക്കുക. അപ്പോൾ അടുത്തൊരു 2 മണിക്കൂറത്തേക്ക് കടലിലും ചാടി വർക്കൗട്ട് ചെയ്തിട്ട് പെട്ടായിട്ട് അങ്ങോട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റിങ് കുത്തിയിരുന്ന് തീർക്കണത്. സോ ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട് ആൻഡ് അവിടെ ഇനി തീർത്തിട്ടേ ഞാൻ അവിടെ നിന്ന് എണീക്കുള്ളൂ. വേണ്ട അവിടെ കുറേ ദിവസമായി എഡിറ്റ് ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ പവറായിട്ടിരിക്കാനാണ് ഇപ്പോൾ. ഫുൾ സെറ്റ്, ഫുൾ ഓൺ, ഫുൾ പവർ. അങ്ങനെ നമ്മളിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു അണ്ണൻ്റെ വീട്ടിലിരുന്നിട്ട് ഉറക്കൊന്നും കിട്ടണ്ടായില്ല മക്കളെ. എയർപോർട്ടിൽ പോയിട്ടൊന്നും തലക്ക് വട്ടി പിടിച്ച് ആകെ ഇടങ്ങറായി പോയി. അപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിൽ തീരണമില്ല. 250 വീഡിയോ എടുക്കുകയുണ്ടായി. അതൊക്കെ തീർത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ അതേ എഡിറ്റിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെത്തിയ വീഡിയോ എടുത്തില്ലല്ലോ എന്നാലോചിച്ച് അങ്ങനെ എടുക്കുക. അപ്പോൾ ഐപാഡ് ഇതിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ടത്തേക്ക് ഇറങ്ങണം അവിടെ. എന്നിട്ട് നമ്മുടെ അഡ്വഞ്ചർ കണ്ടിന്യൂസ്.